Hi everyone, I'm Sandra from Angloverse. Today we are going to discuss the match the following questions in the reading section of IELTS. Now let's get started. In match the following, നമുക്ക് കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ടാകും ആൻഡ് അതിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും തന്നിട്ടുണ്ടാകും. Our responsibility is ഈ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഈ പ്രോസസ് ഈസി ആക്കാൻ വേണ്ടി മോസ്റ്റ് സ്യൂട്ടബിൾ ആയ കീവേഡ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഐ വിൽ ഷോ യു സം എക്സാമ്പിൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കാണാൻ പറ്റും. ഓപ്ഷൻ A to E. Wrote criticism of children's literature, used animals to demonstrate the absurdity of fairy tales, was not a writer originally, translated book into English and didn't write in the English language. And 3 ക്വസ്റ്റ്യൻ ആണ് ഇതിന് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 തോമസ് ബോർഹാം, ക്വസ്റ്റ്യൻ നമ്പർ 2 മിസ്സസ് സാറ ട്രിമർ, ക്വസ്റ്റ്യൻ നമ്പർ 3 ഗ്രീം ബ്രദേഴ്സ്. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തോമസ് ബോർഹാമിന്റെ ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് കീവേഡ് ആയിട്ട് തോമസ് ബോർഹാം എടുക്കാം. ഈ പാരഗ്രാഫിന്റെ മിഡിൽ പോർഷനിൽ ഇൻ ബ്രിട്ടൻ എ ലണ്ടൻ മർച്ചന്റ് നെയിം തോമസ് ബോർഹാം പ്രൊഡ്യൂസ് ദ സ്വീഡിഷ് ജയന്റ് ഇൻ 1742 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ലണ്ടൻ മർച്ചന്റ് ആയ തോമസ് ബോർഹാം ഇത് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇനി നമുക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിലോട്ട് പോവാം. ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ ഓപ്ഷൻ സി നോക്കിയാൽ വാസ് നോട്ട് എ റൈറ്റർ ഒറിജിനലി എന്നാണ് പറയുന്നത്. അതായത് പുള്ളി ഒരു റൈറ്റർ ആയിരുന്നില്ല ആദ്യമേ എന്നാണ് പറയുന്നത്. സോ ഹി വാസ് എ ലണ്ടൻ മർച്ചന്റ്. സോ അതുകൊണ്ട് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2 മിസ്സസ് സാറ ട്രിമർ. എഗെയിൻ പാരഗ്രാഫിന്റെ മിഡിൽ പോർഷനിലോട്ട് നോക്കാം. മിസ്സസ് സാറ ട്രിമർ ഹൂസ് മാഗസീൻ ദ ഗാർഡിയൻ ഓഫ് എഡ്യൂക്കേഷൻ carried the first regular review of children's books. It was she who conducted fairy tale for their violence and absurdity എന്നാണ് പറയുന്നത്. സോ സാറ ട്രിമറിന്റെ മാഗസീനായ ഗാർഡിയൻ ഓഫ് എഡ്യൂക്കേഷനിൽ ചിൽഡ്രൻസ് ബുക്കിനെ പറ്റി റിവ്യൂ നടത്തിയെന്നും ഫെയറി ടേൽസിന്റെ വയലൻസ് ആൻഡ് അബ്സേർഡിറ്റിയെ പറ്റി പുള്ളിക്കാരി എതിർത്തു എന്നുമാണ് പറയുന്നത്. Now let's look at the list of statements. List of statementsൽ ഓപ്ഷൻ എ wrote criticism of children's literature തന്നെയായിരിക്കും ആൻസർ. സാറ ട്രിമർ മാഗസീനിൽ റിവ്യൂവും എഴുതി വയലൻസ് ആൻഡ് അബ്സർഡിറ്റിയെ പറ്റി എതിർപ്പും കാണിച്ചു. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ റോട്ട് ക്രിറ്റിസിസം ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആയിരിക്കും. ഫൈനലി ഗ്രിം ബ്രദേഴ്സ്. ഗ്രിം ബ്രദേഴ്സ് ഒരു കീവേഡായിട്ട് എടുത്താൽ ഈ പാരഗ്രാഫിന്റെ ഫസ്റ്റ് പോർഷനിൽ തന്നെ ആൻസർ ഉണ്ട്. ഫെയറി സ്റ്റോറീസ് ബൈ ദ സ്കോളർലി ഗ്രിം ബ്രദേഴ്സ് സ്വിഫ്റ്റ്ലി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ഇൻ 1823 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ 1823 ഗ്രിം ബ്രദേഴ്സിന്റെ ഫെയറി സ്റ്റോറീസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Now let's look at the list of statements. ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ ഓപ്ഷൻ ഡിയും ഇയും തമ്മിൽ കൺഫ്യൂസ് ആവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഗ്രിം ബ്രദേഴ്സിന്റെ ഫെയറി സ്റ്റോറീസ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിലോട്ട്. സോ ഗ്രിം ബ്രദേഴ്സ് ഇംഗ്ലീഷിലല്ല ബുക്ക് എഴുതിയിരുന്നത്. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇ ആയിരിക്കും. ഇങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ കീവേഡ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഐ ഹോപ്പ് യു ഗൈസ് ഫൈൻഡ് ദിസ് വീഡിയോ വെരി യൂസ്ഫുൾ. IELTS ട്രെയിനിങ്ങിനെ പറ്റി കൂടുതൽ അറിയാനും നിങ്ങളുടെ ലെവൽ അനലൈസ് ചെയ്യാനും ആംഗ്ലോവേഴ്സിൽ എവരി ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ട്രയൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. The link is given in the description. Make sure to check it out. See you.